Health tips for every day, for everyone. From Dr. Mims. ഡോക്ടർ, എന്താ ഇത്ര ലേറ്റ് ആയത്? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയി. വരൂ, നമുക്ക് കാപ്പി കുടിക്കാം. ഈ പുകവലിക്കുന്നവരിൽ COPD ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഡോക്ടർ ഈ COPD? COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ക്രോണിക് ബ്രോങ്കൈറ്റിസ്, എൻഫൈസീമ എന്നീ രണ്ട് അസുഖങ്ങളുടെ കൂട്ടായ നാമമാണ് COPD. അതായത് ശ്വാസകോശത്തിന്റെ പ്രധാന ഘടകങ്ങളെ ബാധിക്കുന്ന അസുഖമാണിത്. ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്നാൽ ശ്വാസകോശ കുഴലുകളെയും എൻഫൈസീമ എന്നാൽ വായുസഞ്ചികളെയും ബാധിക്കുന്ന അസുഖമാണ്. ശ്വാസക്കുഴലുകളുടെ ഉള്ളിൽ നീർക്കെട്ട് മൂലം വ്യാസം കുറയുകയും അത് കാരണം അതിനകത്തെ വായുസഞ്ചാരം പ്രയാസമേറിയതാവുകയും ചെയ്യും. നിരന്തരമായി പുകവലിക്കുന്നത് തന്നെയാണ് 95% ആളുകളിലും COPD ഉണ്ടാക്കുന്നത്. ഇതുകൂടാതെ വളരെ അപൂർവമായി ചിലരിൽ ജന്മനാ ഉള്ള തകരാറുകൾ മൂലം ഈ രോഗമുണ്ടാകുന്നു. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ COPD രണ്ടായി തിരിക്കാം. ഒന്ന് സിമ്പിൾ, അതായത് നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസം, കോണിപ്പടി കയറുമ്പോഴുണ്ടാവുന്ന പ്രയാസം, ചുമ, കഫക്കെട്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നു. രണ്ടാമത്തേത് അക്യൂട്ട് എക്സസറേഷൻ എന്ന അവസ്ഥ, അതായത് അസുഖം കൂടുമ്പോൾ കടുത്ത ശ്വാസതടസ്സം, പനി, വെറുതെ ഇരിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ വരിക തുടങ്ങിയ പ്രയാസങ്ങൾ ഉണ്ടാവുന്നു. ആദ്യത്തേതിന് ക്ലിനിക്കിലും വീട്ടിലുമായിട്ടാണ് ചികിത്സ നടത്തുക. രണ്ടാമത്തേത് അധികവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും വേണം. എന്തൊക്കെയാണ് ഇതിന്റെ ചികിത്സകൾ? പുകവലി നിർത്തുക എന്നതാണ് പ്രധാന കാര്യം. പിന്നെ വരുന്നത് ശ്വാസം മുട്ടൽ കുറയ്ക്കുകയും ശ്വാസക്കുഴലുകളിലെ നീർക്കെട്ട് തടയുകയും. ഇതിന് പ്രധാനമായും ഇൻഹേലറാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂടെ ശ്വാസകോശം വികസിപ്പിക്കാനുള്ള മരുന്നുകളും നൽകാറുണ്ട്. COPD കഠിനമായാൽ ICUയിൽ അഡ്മിറ്റ് ചെയ്യുകയും സ്വന്തമായി ശ്വാസം എടുക്കാൻ പറ്റാതാവുമ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടിവരികയും ചെയ്യും. പുകവലി കുറയ്ക്കുക എന്നതല്ലേ ഡോക്ടർ ഇതിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സ? തീർച്ചയായും പ്രാരംഭ ദിശയിൽ തന്നെ അസുഖം കണ്ടെത്തി അത് മൂർച്ഛിക്കുന്നത് തടയുകയുമാണ് പ്രധാനമായും ചെയ്യേണ്ടത്.